this is Meera. Welcome back to our channel High School Max PSC. നബാർഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ ഇൻ ഗ്രേഡ് എ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടീസ് ആണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ആയിരിക്കുന്നത് ജൂലൈ 17-നാണ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 7 ആണ്. ആദ്യമായിട്ട് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റിൻ്റെ എല്ലാം തന്നെ ചാർജസ് എല്ലാം അടയ്ക്കേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതുമായിട്ടുള്ള ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 7, 2021 ആണ്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സെലക്ഷൻ പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അത് നടക്കാൻ സാധ്യത ലാസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ് അതല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ ആയിരിക്കും. അടുത്തായിട്ട് വേക്കൻസീസ് നോക്കാം. അപ്പോൾ അസിസ്റ്റന്റ് മാനേജർ RDBS ടോട്ടൽ 148 വേക്കൻസീസ്, അസിസ്റ്റന്റ് മാനേജർ രാജഭാഷ 5 വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ ഇവർ കാറ്റഗറി വൈസ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള വേക്കൻസീസ് പറയുന്നുണ്ട്. ജനറൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഫോറസ്ട്രി, പ്ലാന്റേഷൻ ഓർ ഹോർട്ടിക്കൾച്ചർ, ലാൻഡ് ഡെവലപ്മെന്റ് ഓർ സോയിൽ സയൻസ്, വാട്ടർ റിസോഴ്സസ്, ഫിനാൻസ്, കമ്പ്യൂട്ടർ ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിലായിട്ട് ടോട്ടൽ 148 വേക്കൻസീസ് ആണുള്ളത്. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ്, ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ റെഫറൻസ് ഡേറ്റ് ആയിട്ട് 1/7/2021 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഓരോ പോസ്റ്റിൻ്റെ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് ഓരോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇപ്പം ജനറലിൻ്റെ കേസിൽ bachelor's degree in any subject from recognized university with a minimum 60% mark. SC/ST PWBD applicants-ന് 50% മതി ടോട്ടൽ മാർക്സ് പെർസെൻറ്റേജ്. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഡിഗ്രി MBA അല്ലെങ്കിൽ PGDM വിത്ത് മിനിമം ഓഫ് 55%. SC/ST PWBD കേസിൻ്റെ ആപ്ലിക്കൻസിൻ്റെ കേസിൽ 50%. ഇതല്ലെങ്കിൽ PhD ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെക്കഗ്നൈസ്ഡ് ബൈ GOI ഓർ UGC. അടുത്തായിട്ട് അഗ്രികൾച്ചറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ വിത്ത് 60% ആണ് പറയുന്നത്. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ, അതായത് സോയിൽ സയൻസ് അല്ലെങ്കിൽ അഗ്രോണമിയിലാണ് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പറയുന്നത്. 55% മാർക്കാണ് മിനിമം മാർക്ക് പറയുന്നത്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന്റെ കേസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക്, അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം ഓഫ് 55% മാർക്ക് പറയുന്നുണ്ട്. ആനിമൽ ഹസ്ബൻഡറി bachelor's degree in veterinary sciences or animal husbandry from any recognized university with a minimum of 60%. അല്ലെങ്കിൽ postgraduate degree in the veterinary science or animal husbandry with a minimum of 55%. ഫിഷറീസിന്റെ കേസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് ആണ്. അതായത് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അതിൻ്റെ ആ ഓരോ സ്ട്രീമിലായിട്ടുള്ള ഡിഗ്രിയാണ് ഇവർ പറയുന്നത്. ഫോറസ്ട്രിയുടെ കേസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫോറസ്ട്രി ആണ് പറയുന്നത്. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫോറസ്ട്രി വിത്ത് മിനിമം 55% മാർക്ക്. പ്ലാന്റേഷൻ ഓർ ഹോർട്ടിക്കൾച്ചറിന്റെ കേസിൽ ഹോർട്ടിക്കൾച്ചർ ഡിഗ്രി ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് പറയുന്നത്. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പറയുന്നുണ്ട്. ഈ ലാൻഡ് ഡെവലപ്മെന്റ് ഓർ സോയിൽ സയൻസ് സോയിൽ സയൻസിന്റെ കേസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ അഗ്രികൾച്ചർ അതായത് സോയിൽ സയൻസ് ഓർ അഗ്രോണമി വിത്ത് 60% മാർക്ക്, അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പറയുന്നുണ്ട്. വാട്ടർ റിസോഴ്സസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹൈഡ്രോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ഹൈഡ്രോളജി ഓർ ജിയോളജി. അപ്പം അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയുടെ കേസും പറയുന്നുണ്ട്. ഇനി ഫിനാൻസിന്റെ കേസിൽ BBA ഫിനാൻസ് ഓർ ബാങ്കിങ്, BMS ഫിനാൻസ് ഓർ ബാങ്കിങ് വിത്ത് 60% മാർക്ക്, അതല്ലെങ്കിൽ 2 years ഫുൾ ടൈം PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് പറയുന്നുണ്ട്. അതിലെ ബാച്ചിലേഴ്സ് ഓർ ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് വിത്ത് 60% മാർക്ക് പറയുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇവിടെ വിത്ത് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കേസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് 60% മാർക്സ് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് മിനിമം ഓഫ് 55% മാർക്ക് പറയുന്നുണ്ട്. അസിസ്റ്റന്റ് മാനേജർ ഇൻ ഗ്രേഡ് എ രാജ്ഭാഷയുടെ കേസിൽ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി മീഡിയം വിത്ത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആസ് ഇലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് എടുത്തവർക്കാണ് മിനിമം 60% മാർക്ക് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി ഇതല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷന്റെ കേസ് മിനിമം 1 ഇയറിന്റെ കേസ് പറയുന്നുണ്ട്. അതായത് ഹിന്ദി ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു ഹിന്ദി ആ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സിൽ ഡിപ്ലോമ എടുത്തവർക്കും PG ഡിപ്ലോമ എടുത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ കേസും പറയുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഏതിലാണ് അപ്ലൈ ചെയ്യാൻ, ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മനസ്സിലാക്കുക. അടുത്തായിട്ട് ഏജ് കേസ് നോക്കുകയാണെങ്കിൽ 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 2/7/1991, 1/7/2000 ഇതിനിടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഏജ് റിലാക്സേഷൻ ഉണ്ട്. 3 വർഷം OBC, 5 വർഷം SC/ST. അതുപോലെ തന്നെ PWBD 10 years ജനറലിന്റെ കേസിൽ, 13 വർഷമാണ് OBCയുടെ കേസിൽ, SC/ST ആപ്ലിക്കൻസിന് 15 വർഷം. ഇപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ ആണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഏതെല്ലാം സബ്ജക്റ്റ് ആണുള്ളതെന്ന് പറയുന്നത്, ടെസ്റ്റ് ഓഫ് റീസണിങ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്, ഡിസിഷൻ മേക്കിംഗ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഇനി ഏറ്റവും കൂടുതൽ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കിന് വരുന്നത് എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വിത്ത് എംഫസിസ് ഓൺ റൂറൽ ഇന്ത്യ, ഈ ഒരു കേസിലാണ്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒഴികെ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ്. ടോട്ടൽ 120 മിനിറ്റ് ആണ് ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. ഇനി ഇതിൽ നിന്ന് പാസ്സാകുന്നവർക്കാണ് മെയിൻ എക്സാം ഉണ്ടാവുക. ഈ മെയിൻ എക്സാമിന്റെയും ഒരു ടെസ്റ്റിന്റെ ആ ഒരു സ്ട്രക്ചർ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നൽകുന്നുണ്ട്. ഇവിടെ സിലബസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു മെയിൻ എക്സാമിന്റെ സിലബസ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങളൊന്ന് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഓരോ പാർട്ടുമായിട്ടും വിശദീകരിച്ചതിന് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കി മനസ്സിലാക്കുക. അടുത്തായിട്ട് എക്സാമിനേഷൻ സെന്റേഴ്സ് നോക്കാം. പ്രിലിമിനറി എക്സാമിനേഷൻ സെന്ററിന്റെ കേസിൽ, കേരളയുടെ കേസിൽ ആലപ്പുഴ, കൊച്ചി, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം ഇവിടങ്ങളിലായിട്ട് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ സെന്റേഴ്സ് ഉള്ളതാണ്. ഇനി ഇവിടെ അടുത്തായിട്ട് മെയിൻ എക്സാമിനേഷൻ സെന്ററിൽ തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെതായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് മെയിൻ എക്സാമിനേഷന്റെ സെന്റർ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രിലിമിനറി എക്സാമിനേഷൻ അതിൽ പാസ്സാകുന്നവർക്ക് മെയിൻ എക്സാമിനേഷൻ, അതിനുശേഷം ഇന്റർവ്യൂ. ഇതേ രീതിയിലാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുക. ആപ്ലിക്കേഷൻ ഫീയുടെ കേസിൽ ആപ്ലിക്കേഷൻ ഫീ 650 രൂപയാണ്. SC/ST PWBDയുടെ കേസിൽ അവർക്ക് ആപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതില്ല. ബട്ട് ദർ ഈസ് ആൻ ഇന്റിമേഷൻ ചാർജ് ഉണ്ട് 150 രൂപ. അപ്പൊ ടോട്ടൽ 800 ആണ് ഇതിന്റെ എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടത്. 150 SC/ST PWBDക്കാർ അടയ്ക്കേണ്ടത്. പേ സ്കെയിലിന്റെ കേസിൽ ഇവിടെ പറയുന്നത് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കണ്ടീഷൻ അനുസരിച്ച് 70,000 രൂപയാണ് പേ സ്കെയിൽ പറയുന്നത്. അടുത്തായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അതായത് നമ്മുടെ സൈറ്റ് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്താണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായി തന്നെ നിങ്ങൾ ഈ ഒരു ഫോട്ടോഗ്രാഫ്, അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെല്ലാമാണ് റെഡിയാക്കി വെക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. ഫോട്ടോഗ്രാഫ് 4.5 cm to 3.5 cm, സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് കൊണ്ടായിരിക്കും ഇടേണ്ടത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവാൻ പാടില്ല. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ പറയുന്നുണ്ട്. വൈറ്റ് പേപ്പറിൽ വിത്ത് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക്. ഇനി ഇവിടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ പറയുന്നുണ്ട്. ആ ഡിക്ലറേഷൻ ഫോർമാറ്റ് ഇവിടെ നൽകുന്നതാണ്. ഇവിടെ ആ സൈറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൈറ്റ് ഇതാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇതിവിടെ നമ്മൾ നോക്കുന്നത് റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് RDBS ബാർ രാജ്ഭാഷ സർവീസ് 2021. അപ്പോൾ ഇവിടെയാണ് അഡ്വർടൈസ്മെന്റ്. നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കണ്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അപ്ലൈ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പേജിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ ഇൻ ഗ്രേഡ് A. ഇവിടെ ആ ഇമ്പോർട്ടൻറ്റ് ഇവിടെ ആ ഡേറ്റ്സ് എന്ന് വരെയാണുള്ളതെന്നെല്ലാം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പം ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡും വെച്ച് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത്, അതായത് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നൽകുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷന് ആ ഓരോ പ്രൊസീജിയർ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഡേറ്റ ഫില്ല് ചെയ്തതിനു ശേഷം സേവ് നെക്സ്റ്റ് അടിച്ച് പോവുക, ലാസ്റ്റ് ഫൈനൽ സബ്മിറ്റ് ചെയ്യുക, ഫോട്ടോസ്, അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോന്നും അതിന്റെ പ്രൊസീജിയർ, അതിന്റെ സ്കാൻ ചെയ്യേണ്ട ഇതെല്ലാം തന്നെ ഇവിടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. അതിന് മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.